പ്രിയപ്പെട്ടവരെ, നേർക്കാഴ്ച ഇന്ന് തൃപ്പാദ ഗുരുകുലം ചേവണ്ണൂർ കളരിയിലാണ്. ചേവണ്ണൂർ കളരി നമുക്കൊക്കെ സുപരിചിതമായ പേരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 157 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വിദ്യ അഭ്യസിക്കാനെത്തിയ വിദ്യാകേന്ദ്രം 2021 ഈ പുണ്യഭൂമി ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ സജീവമാകുകയാണ്. 171ാമത് ജയന്തി ദിനത്തിൽ ഇന്ന് നേർക്കാഴ്ച ബഹുമാനപ്പെട്ട വിശുദ്ധാനന്ദ സ്വാമികളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ പഠിച്ച ഈ പഠന കേന്ദ്രം ഇനിയുള്ള നാളുകൾ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം, ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എങ്ങനെ നയിക്കുന്നു എന്ന് ശിവഗിരി മഠം മുൻ പ്രസിഡൻറ്റും ഈ തൃപ്പാദ ഗുരുകുലം ചേവണ്ണൂർ കളരിയുടെ ജീവാത്മാവുമായ ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ നേർക്കാഴ്ചയോട് സംസാരിക്കുന്നു. സ്വാമി, ഇനിയുള്ള ചേവണ്ണൂർ കളരിയുടെ പ്രവർത്തനം ഏത് ദിശയിലേക്കാണെന്ന് അറിയുവാൻ നേർക്കാഴ്ചയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട്. നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശാസ്ത്രപഠനം കൊണ്ട് ശ്രദ്ധേയമായ പുണ്യസങ്കേതമായി മാറിയിരിക്കുകയാണ് തൃപ്പാദ ഗുരുകുലം ചേവണ്ണൂർ കളരി. ഗുരുവിന് ശാസ്ത്രാഭ്യസനം നടത്തിയത് കായംകുളം പുതുപ്പള്ളി കുമ്മമ്പള്ളിയിൽ കുടുംബത്തിൽപ്പെട്ട രാമൻപിള്ള ആശാനാണ്. അദ്ദേഹം ഈ ചേവണ്ണൂർ കുടുംബത്തിലെ ഈ ചാവടിയിൽ വെച്ചാണ് തൻ്റെ ഗുരുകുലം നടത്തിക്കൊണ്ടിരുന്നത്. 32 വർഷത്തോളം അദ്ദേഹം ഈ ഗുരുകുലം ഈ ചേവണ്ണൂർ ചാവടിയിൽ ചേവണ്ണൂർ കളരിയായി, കളരി എന്ന് പറഞ്ഞാൽ ഗുരുകുലം എന്നാണ്, നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ചെമ്പഴന്തിയിൽ അവതരിച്ച നാണു നാരായണൻ ഇവിടേക്ക് വിദ്യാ അഭ്യസനത്തിനായിട്ട് വരികയും 2 വർഷത്തോളം മാത്രം ഇവിടെ ആ അഭ്യസനം നടത്തി തിരിച്ച് ചെമ്പഴന്തിയിലേക്ക് പോകുകയായിരുന്നു. ഈ ഗുരുകുലം കുമ്മമ്പള്ളി രാമപിള്ള ആശാൻ്റെ മരണത്തോടെ നിന്നുപോയി. അതിനുശേഷം ചേവണ്ണൂർ കുടുംബക്കാർ ഇവിടെ തന്നെ താമസിച്ചിരുന്നു. ആ കുടുംബത്തിൻ്റെ അവസാനത്തെ അവകാശി ആയിരുന്ന ശ്രീ രമാദേവിയിൽ നിന്നുമാണ് ശിവഗിരി മഠം ഈ ചരിത്രപ്രസിദ്ധമായ പുണ്യഭൂമിയെ ഗുരുവിൻ്റെ പാദങ്ങളിലേക്ക് 2 കോടി രൂപ കൊടുത്ത് വാങ്ങിച്ചേർത്തു. (2022) മുതൽ ഇതിൻ്റെ പുനരുദ്ധാരണവും പ്രവർത്തനവും ആരംഭിച്ചു. ഇതിൻ്റെ പുനരുദ്ധാരണവും അതുപോലെ ഈ ഭൂമിയും ഈ കളരി അടങ്ങുന്ന കെട്ടിടങ്ങളും ചേർന്ന ആ സംവിധാനത്തെ ശ്രീ കെ മുരളീധരൻ മുരളിയ ഫൗണ്ടേഷൻ അവരുകളാണ് ഗുരുവിൻ്റെ പാദങ്ങളിൽ വാങ്ങി സമർപ്പിച്ചത്. ഇതിൻ്റെ പുനരുദ്ധാരണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസനപരമായ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റേതായ ഗുരു പൂജയായി ധനവിനിയോഗം ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2022 ഏപ്രിൽ മാസത്തിലെ ചിത്രാ പൗർണമി മുതൽ ഇവിടെ ഈ കളരിയിൽ പൗർണമി പൂജ എല്ലാ മാസവും നടന്നു വരികയാണ്. ഏതാനും ഗുരുഭക്തരായി തുടങ്ങിയ പൗർണമി പൂജ ഇന്ന് 100 കണക്കിന് ഭക്തരുടെ സങ്കേതമായി സംയോഗത്തോടെ കൂട്ടായ്മയോടെ നടന്നു വരികയാണ്. ദൂരദേശങ്ങളിൽ നിന്നും ഈ പൗർണമി പൂജയ്ക്ക് ഇവിടെ ഭക്തജനങ്ങൾ വന്നു ചേരുന്നുണ്ട്. നിത്യവും
രാവിലെ 5:30 മുതൽ 6 മണി വരെയും വൈകിട്ട് 6 മുതൽ 6:30 വരെയും നിത്യപൂജ നടന്നു വരുന്നുണ്ട്. സുപ്രഭാതത്തിൽ 6 മണിക്ക് പൂജ കഴിഞ്ഞാൽ ഗുരുവിൻ്റെ നാവുകളിൽ നിന്ന് ഊർന്നു വീണിട്ടുള്ള മുത്തുമണികളാണ് ശ്രീനാരായണ ഗുരുദേവ കൃതികളായി ഇന്ന് നമ്മളുടെയൊക്കെ കൈകളിലുള്ളത്. ശ്രീനാരായണ ഗുരുദേവ കൃതികളുടെ അകക്കമ്പിനെ തുറന്ന് ജിജ്ഞാസുക്കൾക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന, അറിവ് പകർന്നു കൊടുക്കുന്ന നിത്യ പഠനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാളിൽ നിന്നും തുടങ്ങിയ ആ പഠന സംവിധാനം രാവിലെ 6 മുതൽ 7 വരെ ഉള്ള പഠന സംവിധാനം ഇപ്പോൾ ഏതാണ്ട് 18 വിദ്യാർത്ഥികളോളം, വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടികളാണെന്ന് ധരിക്കേണ്ട, വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് വിദ്യയെ ആർത്തിക്കുന്നവർ. അവർ 100 വയസ്സായാലും 5 വയസ്സായാലും 50 വയസ്സായാലും അവർ വിദ്യാർത്ഥികളാണ്. ഈ ആധ്യാത്മിക വിദ്യ അഭ്യസിക്കുവാൻ വേണ്ടി വെളുപ്പാൻ കാലത്ത് കോരിച്ചൊരിഞ്ഞ മഴയും എല്ലാം അവഗണിച്ചുകൊണ്ട് അതിനെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹമായി സ്വീകരിച്ചുകൊണ്ട് ഈ കളരിയുടെ ഈ വരാന്തയിൽ വന്നിരുന്നാണ് പഠനം നടത്തുന്നത് 1 മണിക്കൂർ. ഇന്ന് ഇവിടെ അഭ്യസനം നടത്തിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ ഗുരുദേവകൃതികളുടെ ആലാപനം വളരെ മനോഹരമായി ഗുരുവിൻ്റെ ഈ ജയന്തി ദിവസം അരങ്ങേറുകയുണ്ടായി. ഈ ചിങ്ങമാസം 1-ാം തീയതി മുതൽ യോഗ പരിശീലന ക്ലാസ്സും സമാരംഭിച്ച് അത് നടന്നു വരികയാണ്. യോഗ പരിശീലന ക്ലാസ് ശ്രീ ജയകുമാർ അവരുകളാണ് അതിൻ്റെ നായകത്വം വഹിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 14 പേർ യോഗ പരിശീലനത്തിൽ സുപ്രഭാതത്തിൽ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞാൽ 7 തൊട്ട് 8 വരെ നടക്കുന്നുണ്ട്. വൈകുന്നേരവും യോഗയുടെ ക്ലാസ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന അവസരങ്ങൾ, മാസങ്ങളോ ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ ഇവിടുത്തെ സംവിധാനം കൂടുന്നതനുസരിച്ച് ഗുരുകുല സമ്പ്രദായം, പഴയ ആ ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് എല്ലാ വിദ്യകൾക്കും അർത്ഥിക്കുന്നവർക്ക് ആ വിദ്യ പകർന്നു കൊടുക്കുക എന്നതാണ് ഈ ഗുരുകുലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. അതോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വിദ്യ അഭ്യസിച്ച അവിടുത്തെ ഗുരുകുലം, തൃപ്പാദ ഗുരുകുലം, അതായത് കുമ്മമ്പള്ളി രാമൻപിള്ളയാശനെ സ്മരിക്കുന്ന ഈ ഗുരുകുലം, ഇത് ലോകപ്രസിദ്ധമാകേണ്ട ആവശ്യകതയുണ്ട്. അത് ആ പ്രകാശം ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. വരും നാളുകളിൽ, വർഷങ്ങളിൽ ഇത് ലോകത്തിൻ്റെ ദിഗന്ധങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഉള്ളവൻ ശിവഗിരിക്ക് വേണ്ടി, ശ്രീനാരായണ ധർമ്മസംഘത്തിനു വേണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. നമസ്കാരം. നേർക്കാഴ്ചയോടൊപ്പം ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ഈ ചേവണ്ണൂർ കളരിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇത് അറിവ് തേടിയെത്താവുന്ന ഒരു വലിയ കേന്ദ്രമായി ഇത് മാറാൻ പോവുകയാണ്. ഇപ്പോഴും അതിന് അവസരം ഒരുക്കിക്കൊണ്ട് തന്നെ ഇത് ഭാരതത്തിന് അല്ലെങ്കിൽ ലോകത്തിന് സമർപ്പിക്കുവാൻ സമാഗമം ആകുകയാണ്. അതിനു മുമ്പ് തന്നെ ഇത് ഭക്തജനങ്ങളുടെ വലിയ ഒരു കേന്ദ്രമായി ഈ ചേവണ്ണൂർ കളരി മാറുകയാണ്. ചേവണ്ണൂർ കളരിയിൽ നിന്ന് VM അമ്പിളിമോൻ രശ്മീശ്വരം.